ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ പ്രത്യേകിച്ച് UAE, ഖത്താർ, ബഹ്റൈൻ രാജ്യങ്ങൾക്ക് നേരെ ഇൻക്ലൂഡിങ് സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാൻ താറുമാറായിട്ട് മിസൈലുകളും ഡ്രോണുകളും അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിച്ചു, അതേപോലെ UAE സന്ദർശിച്ചു, അതുപോലെ തന്നെ ഖത്തറിൽ പോയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മെസ്സേജ് ഇറാൻ്റെ ചെവിയിൽ എത്തിയത് കൊണ്ടാണോ എന്തോ നമുക്കറിയില്ല. തുരുതര ഡ്രോണുകൾ അയച്ചിട്ടുണ്ട് ഇറാൻ. അപ്പോൾ ഇതിനകത്ത് UAEക്ക് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതായത് UAEയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ, വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഒരു അലുമിനിയം റിഫൈനറിയുടെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു ബേസിക് അലുമിനിയം മാനുഫാക്ചറിങ് യൂണിറ്റാണത്. ആ യൂണിറ്റ് ഇപ്പം ഇൻട്രപ്റ്റ് ആയിരിക്കുകയാണ്. മീൻസ് ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഡ്രോൺ ഡയറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തത്. ഡയറക്റ്റ് ഹിറ്റ് ചെയ്തതിലാണ് ഈ അലുമിനിയം സപ്ലൈ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മുതൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റം വന്നത് എന്തിനെ തുടർന്ന് പറഞ്ഞാൽ, ശരിക്കും ഇഷ്ഫഹാൻ ആയിക്കോട്ടെ, അതേപോലെ തെഹ്റാൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടബ്രീസ് ആയിക്കോട്ടെ, അതുപോലെ ബുഷർ ആയിക്കോട്ടെ, ഈ ഏരിയകളിലെല്ലാം തന്നെ ഇവരുടെ മിസൈൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് കമ്പനികളുണ്ടല്ലോ, ഈ സപ്പോർട്ടിംഗ് കമ്പനികളെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് കമ്പനികൾ ലിറ്ററലി അതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അത് ലെയ്ത്ത് ആയിട്ട് മാറുകയാണ്. ലെയ്ത്ത് മീൻസ് അത് വേറൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ആ കമ്പനികളെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു IRGCയുടെ മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയ ചെറിയ നട്ട് ബോൾട്ട് ഉൾപ്പെടെയുള്ള അലുമിനിയം, ഇരുമ്പ്, ഇതേമാതിരിയുള്ള വിവിധ തരത്തിലുള്ള സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ആ ചെറുകിട കമ്പനികൾക്ക് നേരെ വരെ ഇസ്രായേൽ ആക്രമണം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇറാൻ അവരുടെ ബിസിനസ് മേഖലയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നതായിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് മിഡിൽ ഈസ്റ്റ് മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പം ആരെയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എവിടേക്ക് വേണമെങ്കിലും അറ്റാക്ക് നടത്തിക്കോ എന്നുള്ള തരത്തിൽ മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ UAEയിൽ മാത്രം 20 ബാലിസ്റ്റിക് മിസൈലുകളും 37 ഡ്രോണുകളും ഇറാൻ UAEയുടെ മേലിൽ മാത്രം അയച്ചിട്ടുണ്ട്. ഇതേപോലെ തുരുതര ഖത്തറിൻ്റെ മേലിൽ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബഹ്റൈൻ്റെ മേലിൽ അയച്ചിട്ടുണ്ട്, സൗദി അറേബ്യയുടെ മേലിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിലേക്കുള്ള വാട്ടർ പ്ലാന്റുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്ന അതേ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ മെയിൻ ടാർഗറ്റ് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തുന്ന, ഇറാന്റെ ഉള്ളിൽ തന്നെ പല പല ഏരിയകളിലാണ് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റുകൾ നടക്കുന്നത്. വേണ്ടി ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റ് ആണ് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അത് മുഖവിലേക്കെടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഈ 15 പോയിന്റ് അമേരിക്ക പ്രപ്പോസ് ചെയ്തതിൽ ഈ മെയിനായിട്ട് ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 15 പോയിന്റുകളെ എയിം ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇറാന്റെ ഉള്ളിൽ. JD വാൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും യുദ്ധം അങ്ങനെ വലുതായിട്ടൊന്നും നീണ്ടു പോകത്തില്ല, മാക്സിമം ഒരാഴ്ച കൂടി അങ്ങ് നീണ്ടു പോകും, അടുത്ത ആഴ്ച ഞങ്ങൾ സമാധാന ചർച്ചയൊക്കെ നടത്തി ഇത് ഒത്തുതീർപ്പാക്കും എന്നൊക്കെ JD വാൻസ് പുള്ളിയുടെ ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷേ ഇറാനും കൂടി തീരുമാനിക്കണം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും പുള്ളി നെക്സ്റ്റ് വീക്ക് പാകിസ്ഥാനിൽ വെച്ച് നടത്താനിരിക്കുന്ന ചർച്ചയെക്കുറിച്ചാണ് പുള്ളിക്കാരൻ, ആ ഒരു ചർച്ചയിൽ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് JD വാൻസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അല്ലാതെ ഉറച്ച തീരുമാനമായിട്ടൊന്നും ഇതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സെലൻസ്കിയുടെ വിസിറ്റ് കഴിഞ്ഞ പാടെ തന്നെ 89ാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് ഇറാന്റെ സൈഡിൽ നിന്നും ഇന്നലെ നടത്തിയത്. ഇസ്രായേലിന്റെ മേലിൽ തുരുതര മിസൈലുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്നും റോക്കറ്റുകൾ വരുന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്, ഹൂത്തികൾ. അപ്പോൾ ഹൂത്തികളും ഇപ്പം യുദ്ധത്തിലേക്ക് എൻട്രി ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇറാഖിന്റെ ഉള്ളിൽ കൂട്ടത്തല്ലാണ്. ഈ കൂട്ടത്തൽ എന്ന് പറയാനുള്ള കാരണം, ഇറാഖിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ മിലീഷ്യ ഗ്രൂപ്പുകൾ, ഏതാണ്ട് 10-60ലധികം ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. ഈ ഗ്രൂപ്പുകളിൽ ചില പ്രത്യേക ഗ്രൂപ്പുകൾ ജോർദാൻ അതുപോലെ തന്നെ സിറിയ ബോർഡറിൽ കിടക്കുന്ന അൽതനഫ് എന്ന് പറഞ്ഞ ആ ഏരിയ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അവർ ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. ആ ഡ്രോണുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ട് അവിടെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന ആ ഡ്രോണിന്റെ പാർട്സുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഇറാഖിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഇറാൻ സപ്പോർട്ടീവായിട്ടുള്ള മലേഷ്യ ടീമുകൾ അമേരിക്കയ്ക്കെതിരെ അവിടെ യുദ്ധം നടത്തുന്നുണ്ട്. അമേരിക്കൻ ബേസിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷെ അതേസമയം ഇറാഖിന്റെ ഫോഴ്സ് അവർ ഡിഫെൻസീവ് മെക്കാനിസം എന്നുള്ള പേരിൽ ഇറാഖിന്റെ സോവറിനിറ്റി സംരക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര്
കുർദുകൾക്കെതിരെയും അതുപോലെ തന്നെ കുർദുകളെ ഡിഫെൻഡ് ചെയ്ത് നിർത്തുന്നത് പോലെ തന്നെ അവർ ഇറാൻ സപ്പോർട്ടീവായിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള നിലപാടും അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതേസമയം ഇറാഖിൻ്റെ ഉള്ളിൽ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ കുർദുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഇറാനിയൻ മിലീഷ്യകൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ് അമേരിക്ക അവിടെ നടത്തുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലുള്ള കൂട്ടത്തെല്ലാണ് അവിടെ നടക്കുന്നത് ഇറാഖിൻ്റെ ഉള്ളിൽ. അതേസമയം ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും ഇറാൻ അനുകൂല മിലീഷ്യ ടീമുകൾ സിറിയയ്ക്കുള്ളിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയുടെ അഹമ്മദ് അൽ ഷാര പുള്ളിക്കാരൻ ഇന്ന് ജർമ്മനി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള സമാധാന ചർച്ചകളും പുതിയ എഗ്രിമെന്റുകളും ഇതൊക്കെ തന്നെയാണ് അഹമ്മദ് അൽ ഷാര ലക്ഷ്യം വെക്കുന്നത്. പിന്നെ സിറിയയ്ക്കുള്ളിൽ നിന്നും പുള്ളിക്കാരൻ ഹെസ്ബുള്ളക്കെതിരെയോ അല്ലെങ്കിൽ ഇറാൻ മലേഷ്യ ഗ്രൂപ്പുകൾക്കെതിരെയോ ഇറാഖിന്റെ സൈഡിലോ ഒന്നും തന്നെ ഒരു ആക്രമണങ്ങളും നടത്താൻ തയ്യാറല്ല. എന്റെ മാർഗം സമാധാനത്തിന്റെ മാർഗമാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ സമാധാനപ്രിയനായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ള തീരുമാനത്തോടു കൂടി അഹമ്മദ് അൽ ഷാര ജർമ്മനിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 ഡ്രോണുകളാണ് ഇറാൻ ഇന്നലെ അയച്ചത്. വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ക്ലെയിമും കൂടിയുണ്ട്. അതേപോലെ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ്റെ ബേസിലേക്ക് തുരിതര ആക്രമണങ്ങൾ നടത്തി. ഏതാണ്ട് 400ഓളം അമേരിക്കൻ സോൾജേഴ്സ് പരിക്കേറ്റിട്ടുണ്ടാവും, 100 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി ഇറാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ സെൻകോം ഇതിനെ നിരുപാധികം തള്ളുകയാണ്. സെൻകോം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ആർക്കും തന്നെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് സെൻകോമിന്റെ ഇതുവരെയുള്ള നിലപാട്. സൗദി അറേബ്യ യാൻബു പോർട്ടിലൂടെ റെഡ് സീയിലൂടെയുള്ള എണ്ണ കച്ചവടമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മില്യൺ ബാരൽ പെർ ഡേ ആണ് അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെ അതിപ്പോൾ 7 മില്യൺ ബാരലായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പൈപ്പ് ലൈനുകൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ബാരൽ എണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഹൂത്തികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹൂത്തികൾ ഇതിലേ പോകുന്ന ഷിപ്മെന്റുകളെ ഇനിയിപ്പം തടഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ പോലെ ഇപ്പോഴത്തെ ബാബൽ മന്ദേബിലും തടസ്സമുണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സൗദി അറേബ്യയ്ക്ക് അവിടെയും ഒരു ട്രാപ്പ് ആവും. അപ്പോൾ എനിവേ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS തമ്മിൽ ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ട്വീറ്റിൽ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് എനർജി മേഖലയെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അതേസമയം ഇന്ത്യ ഗ്യാസും ഓയിലും ഇറാന്റെ പക്കൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമസി ഈസ് ആൾവേസ് ഡിപ്ലോമസി. അത് ഡിപ്ലോമാറ്റിക്കലി തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇന്ത്യയാണ് ഇറാനുമായിട്ട് നല്ല ബന്ധമുള്ളത് എന്നുള്ള തിരിച്ചറിവ് സൗദി അറേബ്യയ്ക്ക് ഉണ്ടായതുകൊണ്ട് സൗദി അറേബ്യ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഹൂത്തികളെ രംഗത്തിറക്കരുത്, പ്രത്യേകിച്ച് ഓയിൽ ട്രാൻസ്ഷിപ്മെന്റിന് തടസ്സമുണ്ടാക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇന്ത്യ ത്രൂ ഒരു റിക്വസ്റ്റ് ഇന്ത്യ മുഖേന ഇറാനിൽ എത്തിക്കുകയും ആ മെസ്സേജ് ഇറാനിൽ നിന്നും ഹൂത്തികൾക്ക് കൺവേ ചെയ്ത് ആ റെഡ് സീ മേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ഒരു ഡിസ്കഷൻ നടത്തിയതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ ഇറാന്റെ സൈഡിൽ നിന്നും അയച്ച മിസൈലുകളുടെ ഡെബ്രി ഒക്കെ വന്ന് ഏലിയാത്ത് മേഖലയിൽ പതിച്ചിട്ടുണ്ട്. അതേപോലെ സൗത്ത് ഇസ്രായേലിന്റെ സൈഡിൽ പതിച്ചിട്ടുണ്ട്. അതുപോലെ നോർത്തേൺ ഇസ്രായേലിന്റെ സൈഡിൽ ഹെസ്ബുള്ളയുടെ റോക്കറ്റുകളും വന്ന് പതിച്ചിട്ടുണ്ട്. ഈ കാണിക്കുന്ന മാപ്പ് കൃത്യമായിട്ട് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഈ ബ്ലൂ കളർ ഷെയ്ഡ് കാണിക്കുന്ന ഈ ഷെയ്ഡഡ് ഏരിയയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഏരിയ. ഈ ഏരിയയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് 10,000 അമേരിക്കൻ സോൾജേഴ്സിനെ അമേരിക്ക മെറൈൻ ട്രൂപ്പിനെ കൊണ്ട് ഇറക്കാണ്. കാർഗ് ഐലൻഡിനെ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഡിപ്ലോയ്മെന്റ് നടത്താൻ പോകുന്നു, ഗ്രൗണ്ട് ട്രൂപ്പിനെ ഇറക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കാർഗ് ഐലൻഡിന്റെ തൊട്ടപ്പുറത്തും കാർഗ് ഐലൻഡിലും തന്നെയും കാർഗ് ഐലൻഡ് ഇറ്റ് സെൽഫ് അവിടെ ട്രൂപ്പിനെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അപ്രോച്ച് ചെയ്യുന്നത് അത്ര എളുപ്പത്തിലുള്ള പരിപാടിയല്ല. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ക്ലാഷ് ഉണ്ടാവും. അമേരിക്കൻ സോൾജേഴ്സിന്റെ ജീവൻ നഷ്ടപ്പെടുത്താതെ ഒരിക്കലും കാർഗ് ഐലൻഡ് സ്വന്തമാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള നിലപാട്. കാരണം അവിടെ കാലുകുത്തിയാൽ തന്നെ അവർ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തും. ഇറാൻ കരുതിക്കൂട്ടിയാണ് ഇരിക്കുന്നത്. അതായത് അമേരിക്ക കാർഗ് ഐലൻഡിനെ ക്യാപ്ചർ ചെയ്യാൻ വരും എന്നുള്ളൊരു മുൻ ധാരണ അവർക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് അവരെടുത്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ടൈംസ് എന്ന് പറഞ്ഞ പത്രം പാകിസ്ഥാനെ നല്ല രീതിയിൽ വിമർശിച്ച് ആർട്ടിക്കിൾസ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ സൗദി അറേബ്യയുമായിട്ട് എന്തിനാണ് സൈൻ ചെയ്തത്? എന്ത് ഡിഫൻസ് ഡീലാണ് നിങ്ങൾ സൗദി അറേബ്യയുമായിട്ട് സൈൻ ചെയ്തത്?
ഇപ്പോൾ സൗദി അറേബ്യ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആ രാജ്യവുമായിട്ട്, സൗദി അറേബ്യയ്ക്ക് എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യവുമായിട്ട് നിങ്ങൾ മീഡിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തേണ്ട രാജ്യമല്ലേ അത്? നിങ്ങൾ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയുമായിട്ടല്ലേ? സൗദി അറേബ്യയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണല്ലോ, റെസ്പോൺസിബിലിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നിങ്ങൾ അതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ഈ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ എന്ത് തരത്തിലുള്ള ഡീലാണ് നിങ്ങൾ സൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഡീലിനുള്ള പ്രസക്തി എന്താണെന്നുള്ള രീതിയിൽ ഫൈനാൻഷ്യൽ ടൈംസ് വളരെ വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻ റൈസ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ ഈ ആർട്ടിക്കിൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തെഹ്റാനിലും ഇഷ്ഫഹാനിലൊക്കെ ഇറാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുക. IRGC എയറോസ്പേസ്, IRGC കമാൻഡ് സെന്റർ, IRGC എയറോസ്പേസ് ബിൽഡിങ്സ്, അതുപോലെ IRGC ബാരക്കുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഉള്ളിൽ യമൻ അയച്ച മിസൈൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഏലിയാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഡയറക്ഷനിലോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേൽ കൃത്യമായിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ 100 കീ ടാർഗറ്റുകൾ തെഹ്റാന്റെ ഉള്ളിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാന്റെ ഉള്ളിൽ. അതിൻ്റെ 100 ടാർഗറ്റുകളിൽ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് അവർ പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ മാനുഫാക്ചറിങ് സൈറ്റ്, റെഡി ടു ലോഞ്ച് മിസൈൽ റെഡി ടു ലോഞ്ച് സ്പോട്ടിലിരുന്ന മിസൈലുകൾ, ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, UAVs അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഇത്രയും ഇറാന്റെ ഉള്ളിൽ ടാർഗറ്റ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ലെബനന്റെ ഉള്ളിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 170 ഹെസ്ബുള്ള തീവ്രവാദികളെ IDF വധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഓപ്പറേഷനിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 170 ഹെസ്ബുള്ള തീവ്രവാദികളെ IDF വധിച്ചിട്ടുണ്ട്. ലെബനന്റെ ഉള്ളിൽ മാസീവ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഹെസ്ബുള്ളകളെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ തുരത്തി അടിക്കുകയാണ്. അതേസമയം ഹെസ്ബുള്ള ഓപ്പറേഷനിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ ബറിയൽ സെറമണി ഇന്നലെയാണ് നടന്നത്. ഇന്നലെ രാത്രി 50 എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകളാണ് ഇറാന്റെ ഉള്ളിൽ തെഹ്റാനെയും ഇഷ്ഫഹാനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. 50 ഫൈറ്റർ ജെറ്റ്. അതിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IRGC. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തെഹ്റാനിൽ മാത്രമല്ല, ഇറാന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും IRGCയുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. ആ ഹെഡ് ഓഫീസുകളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. IRGCയുടെ മെറൈൻ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻസ്, അവിടെയാണ് ഈ ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പുകളെല്ലാം തന്നെ അവിടെ നിന്നാണ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ആ സ്ഥാപനത്തിന് മേലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് IRGCയുടെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മേലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. മാസീവ് റേഞ്ച് ഓഫ് നേവൽ വെപ്പണറി പ്രൊഡക്ഷൻ യൂണിറ്റ്, അതിൻ്റെ മേളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. IRGCയുടെ നേവൽ കേപ്പബിലിറ്റീസിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം കോർഡിനേറ്റ് ചെയ്ത് നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. UAEയിൽ അൽ തവീല എന്ന് പറഞ്ഞ അലുമിനിയം ഫാക്ടറിയിലാണ് ഡ്രോൺ ഡയറക്റ്റായിട്ട് പതിച്ചത്. അബുദാബിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റും ഇത് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന അലുമിനിയം സപ്ലൈ ചെയിനിൽ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും എത്രമാത്രമാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും യുദ്ധത്തിൻ്റെ ഗതി മാറിയിരിക്കുകയാണ്. കമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസ്, ബിസിനസ് മേഖലകളെയൊക്കെ ടാർഗറ്റ് ചെയ്താണ് ഇപ്പം ഇറാനും ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ഉള്ളിൽ ഇസ്രായേലും അമേരിക്കയും ഈ മാതൃകയിലുള്ള ആക്രമണങ്ങളാണ് അവിടെയും കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ എഫക്റ്റീവായിട്ട് പൊതുമേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.